വെർച്വൽ ഓട്ടിസം ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലിയാണ് കേൾക്കാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓടി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു 2 to 3 years പോയി കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് ഒത്തിരി പേര് വീടിനുള്ളിൽ നിൽക്കുക. അപ്പം നമുക്ക് ഉള്ള ഒരു എക്സ്പോഷർ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്യുക സ്ക്രീനിനെയാണ്. അപ്പോൾ സ്ക്രീൻ ടൈം എക്സ്പോഷർ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് കണ്ടുവരുന്നത്. മെയിൻലി നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അതായത് കാർട്ടൂൺ ക്യാരക്ടർ സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കുക, ഒരു മീനിങ് അല്ലാത്ത ഒരു കോൺവെർസേഷൻ, ഒരു സോഷ്യലൈസേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. 3 to 6 years ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളായിട്ട് ചേർന്ന് കളിക്കുക, ടോയ്സ് വെച്ച് കളിക്കുക, ആ ആക്ടിവിറ്റീസിലെല്ലാം ഇവർ ഒരു ഡെഫിസിറ്റ് കാണിക്കും. ഇതാണ് മെയിൻലി വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് നമ്മൾ പറയുന്നത്. മെയിൻ ഇഷ്യൂ പറയുന്നത് സ്ക്രീൻ ടൈം കൂടുതലാവുന്നത് കൊണ്ടാണ്. പാരൻസിൻ്റെ സൗകര്യപ്രദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ കുട്ടികളെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സമയം അവർക്ക് ജോലിക്ക് പോകണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ കുട്ടികൾക്ക് കൂടുതൽ വിഷ്വൽ മീഡിയ കാണിക്കാൻ തുടങ്ങി. വിഷ്വൽ മീഡിയ കണ്ട കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവരുടെ സോഷ്യലൈസേഷൻ സ്കില്ല് കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞു, അവർക്ക് ബിഹേവിയർ ഇഷ്യൂസ് വന്നു. കുട്ടികൾ ശരിക്കും റിയൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാവാണ്ടായി. അങ്ങനെ വന്നപ്പോൾ പ്രോബ്ലംസ് കൂടിയപ്പോഴാണ് പാരൻസ് പോലും റിയലൈസ് ചെയ്യുന്നത് കുട്ടികളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അസസ്മെൻറ്റിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നതും നമ്മളത് വെർച്വൽ ഓട്ടിസം ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതും. അങ്ങനെ അഡ്മിഷൻ എടുത്ത ഒത്തിരി കുട്ടികൾ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്.